വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഹെയർ ബാൻഡ് മേക്കിങ്ങിൽ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട 1-2 ടിപ്സും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയണത്. ക്ലോത്ത് ഇതാ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ വെച്ച് നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ 1-2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ്. ഇതൊരു ഏകദേശം എല്ലാവരും എപ്പോഴും അളവ് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. ഇതൊരു 35 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നീളത്തിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതനുസരിച്ച് പൂവിൻ്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ മടക്കി കൊടുക്കുക. എത്രത്തോളം അത് മാക്സിമം മടക്കാൻ പറ്റുമോ അത്രത്തോളം മടക്കിക്കോളൂ. അപ്പോൾ ഇത്രയും ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു പെറ്റൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. പെറ്റൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പിസ്ത ഷെല്ല് വെച്ചിട്ടാണ് അതിനൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. എനിക്ക് വരയ്ക്കാൻ അങ്ങനെ അറിയാത്തതുകൊണ്ട് ഒരു പിസ്ത ഷെല്ല് വെച്ചിട്ട് ഇതേപോലെ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ തുടക്കക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ ചുരുങ്ങിയ ചിലവിൽ വേണം നിങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാ മെറ്റീരിയൽസും കൂടി ഒരു ഹെയർ ബോയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവില്ല. അപ്പോൾ ചുരുങ്ങിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഭംഗിയായിട്ട് എപ്പോഴും ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ കട്ട് ചെയ്തതിൽ മുഴുവനായിട്ട് ഷേപ്പായി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കണ്ടാൽ മനസ്സിലായിക്കോളും. ഫ്ലവർ നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് കേർവായിട്ട് ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് നമ്മൾ ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഉരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ നൈസായിട്ടുള്ള ക്ലോത്ത് ആയിരിക്കും. ഈ ക്ലോത്ത് റയോൺ ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ചെറുതായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുക്കി കൊടുക്കുക. പിന്നെ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാവരും എപ്പോഴും ഹെയർ ബാൻഡിൽ വെറുതെ സാറ്റിൻ റിബൺസ് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ചെയ്യണത് കാണാം. അപ്പോൾ നല്ല വൈറ്റ് ഹെയർ ബാൻഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. വെറുതെ അതിൻ്റെ മുകളിൽ ഇനി ഒരു സാറ്റിൻ റിബൺ ചുറ്റേണ്ട യാതൊരു ആവശ്യമില്ല. അതന്നെ നേരിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഉരുക്കി കൊടുക്കണം. അപ്പോൾ ഉരുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ലോണം ഉരുക്കി പോയാൽ ഒരു ബ്ലാക്ക് കളറ് ഫ്ലവറിൻ്റെ മുകളിൽ വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം ജസ്റ്റ് ഒന്ന് തീ കാണിച്ചിട്ട് ഉരുക്കി കൊടുത്ത് എടുക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതേപോലെ കുറച്ച് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏത് ഗമ്മാണ് ബെസ്റ്റ് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. മെറ്റൽ ഹെയർബോ ഒക്കെ ആകുമ്പോൾ, മെറ്റൽ ഹെയർബോ ആകുമ്പോൾ, പ്ലാസ്റ്റിക് ഹെയർബോ ആകുമ്പോൾ, പിന്നെ സാറ്റിൻ കവേർഡ് ഹെയർബോ, ഇതിനൊക്കെ ഓരോ ഗമ്മാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ടൊരു B7000 ഗമ്മ് വാങ്ങിച്ചു വെച്ചോളൂ. ഫെവി ബോണ്ട് വാങ്ങിച്ചോളൂ. ദെൻ കുറച്ച് ഒരു ഫാബ്രിക് ഗ്ലൂ ഒരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ചോളൂ. പിന്നെ വേണമെങ്കിൽ ഒരു ഗ്ലൂ ഗണ്ണും കൂടി വാങ്ങിച്ചോളൂ. അപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് നല്ലതാണ്. ഈവൻ ഹെയർ ആക്സസറി ബിസിനസ് അല്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് ഓരോ മെറ്റീരിയലിനും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലവറിന് ഇവിടെ ഇങ്ങനെ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ ഞാൻ എപ്പോഴും റണ്ണിങ് സ്റ്റിച്ചിലാണ് തുന്നി കൊടുക്കാറ്. അതേപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ എവിടെയും തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലുപ്പം കൂടുന്തോറും ഫ്ലവറിൻ്റെ വലുപ്പവും കൂടും, ഭംഗിയും കൂടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നോർമൽ സൈസ് ഫ്ലവറാണ് എടുത്തത്. വളരെ ബിഗും അല്ല വളരെ സ്മോളും അല്ലാത്തൊരു സൈസിലാണ് എടുത്തത്. അപ്പോൾ നല്ലോണം കെട്ടിട്ട് കൊടുക്കുക. ദെൻ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ സെൻറ്ററിൽ ഒരു വൈറ്റ് ബീഡാണ് കൊടുത്തത്. അപ്പോൾ നല്ലോണം ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ ഇതൊന്ന് നല്ലോണം സെക്യൂർ ചെയ്ത് തുന്നി കൊടുക്കുക. ബാക്കിയുള്ള പോർഷനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒരു 3 ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ സെൻറ്ററിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ബീഡാണ് വെച്ച് കൊടുത്തത്. ഞാൻ കുറച്ച് പോളനും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്.
ഇതൊരു ക്യാൻവാസിൻ്റെ ഷീറ്റാണ്, ഫെൽറ്റ് ഷീറ്റല്ല, ക്യാൻവാസിൻ്റെ ഷീറ്റാണ്. നമ്മൾ ഷർട്ട് ചുരിദാറിനൊക്കെ നെക്ക് പീസിലൊക്കെ വെക്കില്ലേ, അങ്ങനെയുള്ള ക്യാൻവാസിൻ്റെ പീസാണ്. അതിന് റേറ്റ് കുറവാണ്. ഈസിലി എല്ലാ ടൈലറിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലാണ് നമ്മൾ ഈ പൂവുകളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് പോളനാണ് സെലക്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ചെറിയൊരു പീസ് ഫാബ്രിക്കിൽ തന്നെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഹെയർ ബാൻഡിൽ മാത്രമല്ല, ഡ്രസ്സിലും ഒക്കെ നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ്. ടിക് ടാക്കിലും ഒക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഫ്ലവർ, ഒരു പോളൻ എന്നുള്ള രീതിയിൽ. B7000 ഗമ്മാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലോത്തിൽ ഇതിലൊക്കെ B7000 നല്ലോണം വർക്കിംഗ് ആണ് കേട്ടോ. അത് പിന്നെ കുറച്ച് സമയം നിങ്ങളിത് ഒട്ടിയോ എന്ന് നോക്കി എടുത്ത് നോക്കാഞ്ഞാൽ മതി. കുറച്ച് സമയം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ ഈ ഒരു ഹെയർ ബാൻഡിൽ ഇനിയൊരു സാറ്റിൻ റിബണൊന്നും ഞാൻ കവർ ചെയ്ത് എടുക്കുന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി. പ്രത്യേകിച്ച് വൃത്തികേടൊന്നും ഉണ്ടാവില്ല, നല്ല ഭംഗി തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇത് നമുക്ക് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ ക്യാൻവാസ് വെക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ, നേരിട്ട് തന്നെയാണ് ഞാൻ ഹെയർ ബാൻഡിൽ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നത്, അത് പോരേന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഈ ക്യാൻവാസിൽ ഒട്ടിച്ചിട്ട് ഹെയർ ബാൻഡിൽ വെക്കുമ്പോൾ അത് കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഈ ക്യാൻവാസ് അതിൻ്റെ മുകളിൽ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഉള്ളത് ബാക്ക് ഭാഗത്ത്. ഈ ബാക്ക് ഭാഗത്തും ഇതേപോലെ സെയിം ഇതിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒട്ടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഇതിലും നന്നായിട്ട് ഗമ്മ് തേച്ചിട്ടുണ്ട്. ദെൻ അത് ഇവിടെ വെച്ചിട്ട് രണ്ടും കൂടി ഒട്ടിച്ചു കൊടുക്കുക. രണ്ടും കൂടി ഒട്ടിച്ചെടുക്കുക. ഫ്ലവേഴ്സൊക്കെ ഒരു പെറ്റലുണ്ടാക്കി ഇങ്ങനെ യോജിപ്പിച്ച് വരുന്നതിൽ എത്രയോ ഫാസ്റ്റായിട്ട് നമുക്ക് ഇതേപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിലൊക്കെ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. നല്ല അടിപൊളി ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റ് കൂടി ഇട്ടാൽ വളരെ സന്തോഷമായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി വേണം കേട്ടോ. പിന്നെ മെറ്റീരിയൽസ് ഇതേപോലെയുള്ള ഹെയർ ബാൻഡൊക്കെ ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. 250 തൊട്ട് അവൈലബിൾ ആണ്. 250, 350, 400 റേഞ്ചിലാണ് നമ്മുടെ കിറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ലാണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കമൻ്റായിട്ട് ഒന്ന് അറിയിക്കുക. പിന്നെന്താ, അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഹെയർ ബാൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയ ഹെയർ ബാൻഡാണിത്. പല കളറിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ടിക് ടാക്ക് വെച്ചിട്ട് നിങ്ങൾക്കൊരു സെറ്റാക്കി സെയിൽ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് എത്ര റേറ്റ് എന്ന് ചോദിച്ചാൽ 50, 60 റേറ്റിലൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലവേഴ്സ് നിറച്ചും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 80 റുപ്പീസൊക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.